ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളോട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പം ഇന്ന് എന്താ പറയുക പറയാൻ പോണത് എന്തേനി. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റൂല. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ വെറുതെ കുത്തിയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താ പറയുക, എൻ്റെ ഒരു ട്രിപ്പ് ലൈഫാണ്. ട്രിപ്പ് ലൈഫ് ഞാൻ ടൂർ പോയ ആ ഒരു മെമ്മറീസാണ്, ഒരു ഹൊറിബിൾ മെമ്മറീസ് ഇനിയത്. ഞാൻ ടെൻത്ത് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പുതിയ ഹെഡ് മാസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 9ൽ പഠിക്കുമ്പോൾ, അപ്പോൾ 10th കൂട്ടി ട്രിപ്പ് പോയി. അപ്പോൾ 9ാം ക്ലാസ് ആയിട്ട് 10th നിന്നാണ് ട്രിപ്പ് ഉള്ളത്. അപ്പോൾ 9ന്നും ഒക്കെ ഉണ്ടാകും, പക്ഷെ നമ്മൾ 10th നിന്നാണ് പോകല്. അതാണല്ലോ അടിപൊളി എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ആ ഹെഡ് മാസ്റ്റർ വന്നതിന് ശേഷം പറഞ്ഞാൽ 10th നിന്ന് അങ്ങനെ ട്രിപ്പില്ല. കാരണം 10th പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 10th ട്രിപ്പ് എന്താക്കി 9ാം ക്ലാസ്സിലേക്ക് മാറ്റി. അങ്ങനെ ഞങ്ങൾ 9ാം ക്ലാസ്സിൽ നിന്ന് ട്രിപ്പ് പോവാം. എങ്ങോട്ടാണ് പോണത്? മൈസൂർ. ഓഫ് കോഴ്സ് മൈസൂർ. എന്നിട്ട് മൈസൂർ പോവാം. അപ്പം ഞാൻ ഒരു ഫോൺ കയ്യിലെടുത്തിട്ടുണ്ട്, ഇനി ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. സിമ്മും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് മെമ്മറി മാത്രമേ ഉള്ളൂ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് കൊണ്ടുപോയി. അത് ഒളിച്ചും പത്തോ കൊണ്ടുപോയത്, കാരണം ഫോൺ അലൗഡ് അല്ലായിരുന്നു. 1-2 ആൾക്കാർ ക്യാമറ കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ട് പോലെ ഏറ്റിട്ടുണ്ടായിന്. അല്ലാണ്ട് വേറെ ആരും ഫോൺ കൊണ്ടുവരുന്ന ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇല്ലീഗലായിട്ടാണ് ഫോൺ ഞാൻ കൊണ്ടുപോയത്. എന്നിട്ട് ഞാൻ ബസ്സിലൊക്കെ കയറി നമ്മൾ പോയിട്ട് നമ്മളത് ആരും കാണാണ്ട് നമ്മൾ റൂമിലൊക്കെ എത്തിയിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കലുണ്ട്. ആരും കാണാണ്ടാണ് ഫോട്ടോ എടുക്കലൊക്കെ. അങ്ങനെ ബസ്സിൽ നിന്ന് നമ്മളെവിടെ ഒരു പാർക്കിൽ എന്തോ നിർത്തിയപ്പോൾ എല്ലാവരും ബസ്സിൽ നിന്ന് പോയി. അപ്പോൾ ഞാൻ എന്തോ ആവശ്യത്തിന് ബസ്സിൽ കയറിയതാണ്. അപ്പം ഞാൻ ഫോൺ എടുക്കുന്നത് അവിടെയുള്ള ബസ്സിലുള്ള ഏതൊരു ചെക്കൻ കണ്ട്. വേറെ ക്ലാസ്സിലാണ്, നമ്മളെ ബാച്ചാണെങ്കിലും വേറെ ക്ലാസ്സിലാണ്. അപ്പോൾ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞിടാ പറഞ്ഞു കൊടുക്കല്ലേ ഒക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞേ ഇല്ല, ഞാൻ പറഞ്ഞൊന്നും കൊടുക്കില്ല, എൻ്റെ കയ്യിലും ഫോൺ ഉണ്ടെന്ന് പറഞ്ഞു. ഓനും വേറെ കുറേ വീമ്പിൾക്കൊക്കെ ആണോ, അപ്പം എന്നാൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞേ. എന്നിട്ട് ഞങ്ങൾ പിന്നെ വേറെ ഇടക്കൊക്കെ പോയിട്ട് പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. എന്നിട്ട് എന്താ പറയുക, വേറെ ഇടം ഇതുപോലെ ബസ് നിർത്തിയപ്പം ഇവൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എടി എൻ്റെ ഫോൺ പിടിച്ചെന്ന് പറഞ്ഞു. അതിന് ഓൻ്റെ ഫോൺ ഓൾറെഡി പിടിച്ചിരുന്നാൽ പിന്നെ ആ ചെക്കർക്ക് മിണ്ടാണ്ട് നോടി. ഇവനോട് ആരുടെ അടുത്തൊക്കെ വേറെ ഫോൺ ഉണ്ട് എന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഇവൻ എന്നെ പറഞ്ഞു കൊടുത്തേക്കുക. എന്ത് സാധനമാണ് അത്? ഞാൻ പറഞ്ഞു ഈ എന്നെ പറഞ്ഞു കൊടുത്തു വെച്ചാൽ എന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല, ടീച്ചർ അവിടെ എത്തുമ്പോൾ തരും, ടീച്ചർ വിളിക്കും, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പോയാൽ മതിയാവും, ടീച്ചർ സ്കൂളിലൊക്കെ എത്തുമ്പോൾ തരുന്നൊക്കെ. ഇവനക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ എൻ്റെ ഉള്ളിലെ പേടി ചില്ലറല്ലേ ഇനി. ഞാൻ എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനോട് സഹായം ചോദിച്ചതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. എന്നിട്ട് ഞാൻ അവനോട് പോയി പറഞ്ഞിടാ, അങ്ങനെ ടീച്ചർ അറിഞ്ഞിട്ടുണ്ട് ഫോണല്ലാതെ എന്താ ചെയ്യുക പറഞ്ഞ് ഞാൻ ഫോൺ കൊണ്ടുവന്നാ. ഞാൻ പറഞ്ഞു എന്തിനാണ് ഇജ്ജ് ഫോൺ താ, ടീച്ചർ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ മതി, ഫോൺ താ ഞാൻ എടുത്ത് വെച്ചോളാം, ആർക്കും കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ എടുത്ത് വെച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചോണ്ടേ. എനിക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട്, കാരണം ടീച്ചർ എന്തായാലും ചോദിക്കും, അപ്പോൾ ഫോണുള്ളത് അറിയുകയും ചെയ്യാം. പിന്നെ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എനിക്കറിയില്ല. അവനെ ഏതായാലും കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ ടീച്ചർ വിളിച്ചതായി ഒരു സ്ഥലത്തെത്തിയപ്പോൾ ബസ് നിർത്തിയിട്ട് എൻ്റെ മാത്രം ബസ്സിൽ. അയ്യോ എനിക്ക് എന്തൊരു പേടിയെന്നറിയും ബസ്സിൽ. എന്നിട്ട് ഇവരെല്ലാവരും ഇറങ്ങിപ്പോയിട്ട് ഇന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ബസ്സിൽ എന്നിട്ട് ടീച്ചർ കൂടി വട്ടം വളഞ്ഞിട്ട് ഫോണെവിടെ എന്ന് പറഞ്ഞ് എൻ്റെ ബാഗൊക്കെ തപ്പിയിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ പുറത്തിട്ട് എന്നോട് കുറേ ചൂടായി. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇവരെ ഒച്ചെടുക്കണം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വേറൊരു ടീച്ചറെ ചൂണ്ടിക്കരിച്ചിട്ട് ഞാൻ ആ ടീച്ചറോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞാൻ ആ ടീച്ചറെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ് ഫോണ്, അത് പറഞ്ഞ് വേഗം മേടിച്ചുകൊണ്ടിട്ട് ഞാൻ സ്കൂളിലെത്തുമ്പോൾ തരാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്താക്കിയാൽ നേരെ അവൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞിടാ ഫോൺ എവിടെയാടാ എല്ലാം സേഫാണ് ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ഒന്നും തരുന്നില്ല. ഞാൻ പിന്നെ അവൻ്റെ ബാഗൊക്കെ ചെക്ക് ചെയ്തു, ഇവനെ ഇവിടെ ഒളിപ്പിച്ചെന്നും അറിയില്ല. എന്നിട്ട് പിന്നെ അവനോട് കാര്യം പറഞ്ഞിട്ട് അങ്ങനെ ടീച്ചർ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തില്ലെങ്കിൽ ഭയങ്കര ഇടങ്ങാറാന്നൊക്കെ പറഞ്ഞിട്ട് ഇവരും എൻ്റെ പോക്കറ്റിൽ നിന്ന് ഇപ്പം പാൻറ്റിൽ നിന്ന് എവിടെ നിന്ന് ഫോൺ എടുത്ത് തന്നു ഏതായാലും. എന്നിട്ട് ഞാൻ ടീച്ചർക്ക് കൊടുത്ത്. എന്നിട്ട് ടീച്ചർ ഒന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ എനിക്ക് ആ ട്രിപ്പ് എനിക്ക് പിന്നെ എനിക്ക് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെയെന്ന് വെച്ചെങ്കിൽ ഞാൻ
എന്താ പറയുക പൈസ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ട്രിപ്പ് പോകുമ്പം അളിയന് പിന്നെ ഉമ്മ എല്ലാവരും കുറച്ച് പൈസ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും മേടിക്കാനൊക്കെ ആയിട്ട്. 100-300 ഉറുപ്പ്യ എന്തോ ഉണ്ടേന്. പക്ഷേ അവിടെ എത്തിയതിന് ശേഷം സാധനം മേടിക്കാനും വേണ്ടി പൈസ എടുക്കാൻ നേരത്താണ് ഞാൻ പൈസ എടുത്തിട്ടില്ല എന്നുള്ളത് ഞാൻ ഓർത്തത്. ഒന്ന് ആലോചിച്ച് നോക്കിയേക്കാം, അവിടെ വരെ പോയിട്ട് എന്താ ചെയ്യേണ്ടി അറിയില്ലേ. അപ്പം ഞാൻ എൻ്റെ എന്താ പറയുക അമ്മേൻ്റെ കുട്ടി ഉണ്ടായിന്, ചെറുതാണ്. അപ്പോൾ അവളെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും മേടിക്കാന്നൊക്കെ ഉള്ള പ്ലാനിങ്ങിലേനി. പക്ഷെ എനിക്ക് അതും പറ്റിയില്ല, ഫോണും പിടിച്ചു ഒരുമാതിരി കോലേനി. അപ്പം എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് വെച്ച് ഞാൻ പറഞ്ഞ ആ ഫ്രണ്ടില്ലേ ഓനും പിന്നെ വേറെ ഫ്രണ്ട്സ് ഉണ്ട്, ഓരോ വന്നിട്ട് വെച്ച് എന്താ മൂഡ് ഓഫ് ആയി. ഞാൻ പറഞ്ഞ ഇട അങ്ങനെ പൈസ എടുത്തിട്ടില്ല, എന്താ ചെയ്യാറിയില്ല, ഇങ്ങനെ എൻ്റെ അമ്മേൻ്റെ കുട്ടിക്ക് ഗിഫ്റ്റ് മേടിക്കണം എന്നൊക്കെ ഉണ്ടേനെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സർപ്രൈസായിട്ട് ഒരു എന്താ പറയുക ഒരു ടെഡി ബിയർ വാങ്ങിയിട്ടു. ഒരു ടെഡി ബിയർ ചെറിയൊരു ടെഡി ബിയർ മേടിച്ച് അതായത് എനിക്ക് എന്നിട്ട് ഇത് എടുത്തോന്നും പറഞ്ഞിട്ട് എനിക്ക് സന്തോഷവും സങ്കടം എന്തൊക്കെ ഉണ്ടേന് ആ ടൈമിൽ. ഏതായാലും ഞാൻ കൊണ്ടുപോയി വീട്ടിൽ പോയി എന്താ പറയുക ബർത്ത്ഡേക്ക് അതൊക്കെ കൊടുത്ത്. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഫോൺ പിടിച്ചു എന്നുള്ളത്. അപ്പോൾ വീട്ടിലും ടെൻഷൻ എന്താ അറിയില്ല, വീട്ടിൽ വിളിക്കുമല്ലേ ഒന്നും അറിയില്ലല്ലോ. പിന്നെ ഞാൻ സ്കൂളിൽ ചെന്ന് സ്കൂളിലാകെ ടെൻഷൻ അടിച്ച് കുത്തിരിക്കുക. അത് എന്താ ടീച്ചർ തന്നിട്ടുമില്ല, അവിടെ എത്തിയപ്പോൾ ടീച്ചർ തന്നിട്ടില്ല, സ്കൂളിലെത്തിയപ്പോൾ ടീച്ചർ തന്നിട്ടില്ല ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ. എന്നിട്ട് ഞാൻ ക്ലാസ്സിലിങ്ങനെ ഇരിക്കുക, ഇത് കിട്ടുന്നവരെ ടെൻഷനാണുള്ളിൽ. എന്നിട്ട് പിന്നെ വേറെ ഏതോ ക്ലാസ്സിൽ നിന്ന് വേറെ ഏതോ കുട്ടീനെ വിട്ടിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു ടീച്ചർ. എന്നിട്ട് ഞാൻ അങ്ങോട്ട് സ്റ്റാഫ് റൂമൊക്കെ ചെന്ന് ടീച്ചറൊക്കെ ചെക്ക് ചെയ്ത്, കാരണം സിമ്മും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് എനിക്ക് തന്നിട്ട് അറിഞ്ഞതിന് ഇങ്ങനെ ഫോണൊന്നും കൊണ്ടുവരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആയിക്കോട്ടെ ടീച്ചറേ എന്നൊക്കെ പറഞ്ഞ് ആ ടീച്ചർ ആയതുകൊണ്ട് കേട്ടോ. വേറെ വല്ല ഒരുമാതിരിപ്പെട്ട ടീച്ചർമാരൊക്കെ ആണെങ്കിൽ ഒരുമാതിരി വൃത്തികേട്ടാക്കും, നമ്മളെ ആ ഒരു ലൈഫ് തന്നെ ഒരുമാതിരി കുളം തോണ്ടിക്കളും. പക്ഷേ ഈ ടീച്ചർ അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ, അതുകൊണ്ട് വലിയ കിട്ടൽ. എന്നിട്ട് ഞാൻ തിരിച്ച് ക്ലാസ്സിലേക്ക് വന്ന് പോകാൻ നേരത്തെ ഫോട്ടോസൊക്കെ നോക്കി അങ്ങനെ കുഴപ്പമില്ലാണ്ടാക്കി പോയി. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പം വീഡിയോ അത്രേ ഉള്ളൂ. ഓക്കെ, ബായ്.